നമസ്കാരം ചേച്ചി. നമസ്കാരം. അയ്യോ ഇതെന്നാ കോലാന്നേ, നല്ലൊരു കൊച്ചായിരുന്നു, പോണെങ്കി പാക്ക് ചുരുണ്ട പോലെയായി. എന്റെ പൊന്നു ചേച്ചി, ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ചേച്ചിയോട് ചോദിച്ചോ, ചേച്ചി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ, ചുരുണ്ടിരിക്കുന്നേ അല്ലെങ്കിൽ വെളുത്തിരിക്കുന്നേന്ന് എന്തെങ്കിലും? അതെന്നാ മോൾക്ക് കണ്ണു കാണാൻ മേലേ? അതല്ല, അതാണ് സംസ്കാരം. ആ സംസാരം അല്ലേ, എന്താന്നറിയോ, ഇവിടെ എന്നോടൊക്കെ ഓരോന്ന് ഇങ്ങനെ കൊത്തി കൊത്തി കൊത്തിയൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് മനസ്സിന് നല്ല സുഖം. ആ മോളെ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലിപ്പോ ഞാനും അമ്മയും അച്ഛനും അല്ലാതെ കല്യാണി ഉണ്ട്. കല്യാണിക്ക് ഇപ്പൊ 28 വയസ്സായി. അയ്യോ 28 വയസ്സായ പെൺകുട്ടിയുണ്ടേ വീട്ടില്? അയ്യോ എന്നാന്നേ, കല്യാണം ഒന്നും കഴിപ്പിക്കുന്നില്ലേ? കല്യാണി എന്റെ ആനയാണ്. ആനയായാലും പെണ്ണല്ലേ, പെണ്ണ എന്തായാലും കല്യാണം കഴിപ്പിക്കാം. എന്താ ചേച്ചി എന്നെ ഒരു കൊമ്പനെ കണ്ടുപിടിച്ചതാ? കൊമ്പനെ ഞാൻ കണ്ടുപിടിച്ച് തന്നാല് നേരത്തിനും കാലത്തിനും പട്ടിയും കാര്യങ്ങളൊക്കെ കല്യാണിക്ക് വെട്ടിക്കൊടുക്കാൻ അറിയോ? അതെന്താ കൊമ്പന് തന്നെ പട്ടിയെടുക്കാൻ അറിയില്ലേ? ആ മോള് ഫെമിനിസ്റ്റ് ആണോ? ഫെമിനിസം ശരിക്കും എന്താ പറയുന്നേ? അതെന്നെ എനിക്കൊന്നും മനസ്സിലാവാത്ത. ചേച്ചിക്ക് ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല എന്നുള്ളതൊക്കെ കേരളത്തിൽ ഇപ്പൊ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാം. ആണും പെണ്ണും തുല്യരാന്നൊക്കെ എങ്ങനെയാ പറയുന്നേ? അപ്പൊ ചേച്ചിക്ക് ഫെമിനിസം ഇഷ്ടമല്ല? ഇഷ്ടല്ല. ഫെമിനിസത്തിന്റെ യാതൊരു ആവശ്യവും സമൂഹത്തിലില്ല. ഇല്ല. അപ്പൊ നമ്മുടെ അണലി ചേച്ചി എന്നേക്കുമായി ഈ പ്രോഗ്രാം നിർത്തുകയാണ്. അണലി ചേച്ചി ഇനി അരങ്ങത്ത് നിന്നും തിരിച്ച് അടുക്കളയിലോട്ട് അല്ലേ? അല്ല. അപ്പൊ അണലി ചേച്ചിക്ക് ഈ ഷോ ഹോസ്റ്റ് ചെയ്യണോ? വേണം. ഇതിന്ന് വരുമാനം വേണോ? ആന്നേ. ഇതന്നെയാണ് ഫെമിനിസം. ഇതൊക്കെ ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് ചേച്ചി അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളാണ്. അപ്പൊ ഫെമിനിസം എന്നാന്നേ, അതെന്നാന്നേ, അതിന്റെ ആവശ്യം എന്നാന്നേ ചോദിക്കണേക്കാളും മുന്നേ അവനാന്റെ ജീവിതം തന്നെ ഒന്ന് എടുത്തു നോക്കൂ കേട്ടോ.